ഹിമപാതവും അന്ധകാരവും മൂടിയ വടക്കൻ വനങ്ങളുടെ വിജനതയിൽ തണുത്തുറഞ്ഞ കാറ്റിനെ വകഞ്ഞുമാറ്റിക്കൊണ്ട് ഒരു ചെറിയ തീനാളം ആശ്വാസമായി കത്തിക്കൊണ്ടിരുന്നു. ആ വെളിച്ചത്തിനു ചുറ്റും സാമുവൽ ടാർലി തീയിലേക്ക് വിറകുകൾ ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. തീയുടെ ചൂട് കൂട്ടാനായി സാം കൂടുതൽ വിറകുകൾ അടുപ്പിലേക്ക് വെച്ചു. ഇത് കണ്ട ഗില്ലി ശാന്തമായി പറഞ്ഞു, "നിങ്ങളതിൽ ഒത്തിരി വിറക് വെച്ചിട്ടുണ്ട്." അതിന് മറുപടിയായി സാം പറഞ്ഞു, "പക്ഷേ കൂടുതൽ വിറകുണ്ടെങ്കിൽ തീയുണ്ടാകില്ലേ?" ഗില്ലി അവനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, "അതിന് ശ്വസിക്കണം. ആ വലിയ തടി അതിൽ നിന്നും മാറ്റൂ." അവൾ പറഞ്ഞതനുസരിച്ച് സാം ആ വലിയ തടിക്കഷണം തീയിൽ നിന്നും എടുത്തുമാറ്റി. പെട്ടെന്ന് തന്നെ തീജ്വാലകൾ ജീവൻ വെച്ചതുപോലെ ആളിക്കത്തി. അത്ഭുതത്തോടെ സാം പറഞ്ഞു, "ഓഹ്, നിനക്ക് തീയെക്കുറിച്ച് നന്നായി അറിയാം." തന്റെ പഴയകാലം ഓർത്തുകൊണ്ട് സാം പറഞ്ഞു, "ദ റീച്ചിൽ ഇത്രയും തണുപ്പില്ല. പിന്നെ തീർച്ചയായും അവിടെ സേവകരുണ്ടായിരുന്നു." അതുകേട്ട ഗില്ലി പറഞ്ഞു, "നിങ്ങൾ ഉന്നതകുലജാതനാണെന്ന് എനിക്കറിയാമായിരുന്നു." അന്തരീക്ഷം ലഘൂകരിക്കാനായി സാം തന്റെ സഞ്ചിയിൽ നിന്നും തുണിയിൽ പൊതിഞ്ഞ ഒരു വസ്തു പുറത്തെടുത്തു. ഫിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ്മെനിൽ വെച്ച് എനിക്കൊരു സാധനം കിട്ടി. കുഴിച്ചിട്ട നിധി പോലെ ഒന്ന്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സാം ആ ഡ്രാഗൺ ഗ്ലാസ് കത്തി പുറത്തെടുത്തു. തീവെളിച്ചത്തിൽ അത് കറുത്ത രത്നം പോലെ തിളങ്ങി. ഗില്ലി ആകാംക്ഷയോടെ ചോദിച്ചു, "ഇതെന്തിനുള്ളതാണ്?" സാം മറുപടി പറഞ്ഞു, "ഇതെന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണാൻ മനോഹരമാണല്ലേ?" ഗില്ലി വിഷയം ഉപേക്ഷിച്ച് ചോദിച്ചു, "ഇനി എത്ര ദൂരമുണ്ട്?" "ഇനി അധിക ദൂരമില്ല. കുറച്ചു ദിവസങ്ങൾ കൂടി മാത്രം." ഗില്ലി വീണ്ടും ചോദിച്ചു, "എല്ലാവരും പറയുന്നതുപോലെ വോൾ അത്ര വലുതാണോ?" സാം പറഞ്ഞു, "വലുതാണ്. ചിലപ്പോൾ അതിന്റെ മുകൾ ഭാഗം കാണാൻ പോലും പറ്റാത്തത്ര വലുത്. അത് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാകും. 700 അടി ഉയരമുണ്ടതിന്, മുഴുവനും മഞ്ഞുകൊണ്ടുണ്ടാക്കിയത്. ചൂടുള്ള ദിവസങ്ങളിൽ അത് കരയുന്നതുപോലെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് കാണാം. കാസിൽ ബ്ലാക്ക് നല്ലൊരു സ്ഥലമാണ്. അവിടെ വലിയ ഹാളിൽ രാവും പകലും തീയുണ്ടാകും. ചിലപ്പോൾ സഹോദരന്മാർ പാട്ടുപാടും. ഡേരിയോണാണ് ഏറ്റവും നന്നായി പാടുന്നത്." ഗില്ലി കൗതുകത്തോടെ ചോദിച്ചു, "നിങ്ങൾ പാടുമോ?" പെട്ടെന്ന് ജാള്യതയോടെ സാം പറഞ്ഞു, "ഇല്ല." പക്ഷേ ഗില്ലി നിർബന്ധിച്ചു പറഞ്ഞു, "എനിക്കുവേണ്ടി ഒരു പാട്ട് പാടൂ." അവളുടെ നിർബന്ധത്തിന് വഴങ്ങി സാം പറഞ്ഞു, "ശരി." അവന്റെ ശബ്ദം ആ കാട്ടിലെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. കാടിന്റെ മറ്റൊരു ഭാഗത്ത് മീര റീഡ് ഒരു മുയലിന്റെ തോലുരിയുകയായിരുന്നു. ഓഷ അത് നോക്കിനിൽപ്പുണ്ടായിരുന്നു. മീര ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടാത്ത ഓഷ പറഞ്ഞു, "മുയലിന്റെ തോലുരിയുന്നത് അങ്ങനെയല്ല." തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മീര പറഞ്ഞു, "മുയലിന്റെ തോലെങ്ങനെയാണ് ഉരിയേണ്ടതെന്ന് എനിക്കറിയാം." ഓഷ പരിഹാസത്തോടെ പറഞ്ഞു, "കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല." അടുത്തായി ഒരു മരത്തിന് ചാരി ലോർഡ് ബ്രാൻ സ്റ്റാർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ഓഷ പെട്ടെന്ന് മറ്റൊരു മുയലിനെ എടുത്ത് ഒറ്റയടിക്ക് അതിന്റെ തല തിരിച്ചുകൊണ്ട് തോലുരിയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, "വോളിന് വടക്ക് വളർന്നാൽ മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി പഠിക്കും." മീര തിരിച്ചടിച്ചു, "ഇവിടെ എത്തുന്നതിനു മുൻപ് ഞാൻ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല." ഓഷ പറഞ്ഞു, "എനിക്കൊരു അമ്പും വില്ലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഡസൻ മുയലുകളെയെങ്കിലും വീഴ്ത്തിയേനെ." ഇരുവരുടെയും തർക്കം കേട്ട് ബ്രാൻ ഇടപെട്ടു പറഞ്ഞു, "നിങ്ങൾ രണ്ടുപേരും മുയലിന്റെ തോലുരിയുന്നതിൽ മിടുക്കരാണ്." ഓഷ അഹങ്കാരത്തോടെ പറഞ്ഞു, "ചിലർ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി മിടുക്കരായിരിക്കും." ഓഷ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, "നിനക്ക് വലിയ വായയാണ് പെണ്ണെ, ഒപ്പം കൂടുതൽ പല്ലുകളും." രണ്ടുപേരും എഴുന്നേറ്റ് പരസ്പരം പോരിന് വിളിക്കുന്നതുപോലെ നിന്നു. ബ്രാൻ ഉച്ചത്തിൽ പറഞ്ഞു, "നിർത്തൂ." ബ്രാൻ വീണ്ടും പറഞ്ഞു, "കണ്ടുമുട്ടിയ അന്നുമുതൽ നിങ്ങൾ തമ്മിൽ വഴക്കാണ്. ഇത് നിർത്തൂ." ഓഷ വിദ്വേഷത്തോടെ പറഞ്ഞു, "ലേഡി റീഡിന്റെ അഹങ്കാരം കണ്ടാൽ അവളുടെ കാലുകൾ നിലത്തു തൊടുന്നുണ്ടോ എന്ന് സംശയിക്കും." ബ്രാൻ ഓഷയെ നോക്കി പറഞ്ഞു, "നിങ്ങൾ എല്ലാ ദിവസവും അവളോട് മോശമായാണ് പെരുമാറുന്നത്. അപ്പോൾ അവളും തിരിച്ചങ്ങനെ പെരുമാറും." ഓഷ അത്ഭുതത്തോടെ ചോദിച്ചു, "ഞാനോ? എന്റെ തെറ്റാണോ? ആദ്യമായി കണ്ടപ്പോൾ അവളാണ് എന്റെ കഴുത്തിൽ കത്തിവെച്ചത്." ബ്രാൻ ഓർമ്മിപ്പിച്ചു, "ഞാൻ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ എനിക്ക് നേരെയാണ് കത്തിപിടിച്ചത്. നമുക്ക് തമ്മിൽ തല്ലാൻ പറ്റില്ല. അങ്ങനെയായാൽ നമ്മൾ ഒരിക്കലും വോളിലെത്തില്ല. നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു." ബ്രാനിന്റെ വാക്കുകൾ കേട്ട് ഓഷായും മീരായും മുട്ടുകുത്തിയിരുന്ന് വീണ്ടും ജോലിയിൽ മുഴുകി. പെട്ടെന്ന് ജോജൻ റീഡ് ഉറക്കത്തിൽ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപസ്മാരം വന്നതുപോലെ അവന്റെ ശരീരം പിടഞ്ഞു. മീര വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നീങ്ങി ഒരു ലെതർ ബെൽറ്റ് അവന്റെ പല്ലുകൾക്കിടയിൽ വെച്ചുകൊടുത്തു. ശബ്ദം കേട്ട് റിക്കോൺ സ്റ്റാർക്ക് ഉണർന്നു. ഭയത്തോടെ റിക്കൺ ചോദിച്ചു, "എന്താണ് സംഭവിക്കുന്നത്?" മീര അവനെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, "ഞാൻ ഇവിടെ തന്നെയുണ്ട്." ജോജനിന്റെ അവസ്ഥ മോശമായി. അവന്റെ കണ്ണുകൾ തുറന്നുതന്നെയിരുന്നു. മീര ബ്രാനിനെ നോക്കി പറഞ്ഞു, "കാഴ്ചകൾ അവനെ വേദനിപ്പിക്കുന്നു." ബ്രാൻ ചോദിച്ചു, "ഇപ്പോൾ അവനൊരു ദർശനം കാണുകയാണോ?" മീര തലയാട്ടി. അല്പസമയത്തിനു ശേഷം ജോജൻ ശാന്തനായി എഴുന്നേറ്റിരുന്നു. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ജോൺ സ്നോവിനെ കണ്ടു." ബ്രാൻ ആകാംക്ഷയോടെ ചോദിച്ചു, "നീ അവനെ കണ്ടോ? കാസൽ ബ്ലാക്കിൽ വെച്ചാണോ?" ജോജൻ പറഞ്ഞു, "അവൻ വോളിന്റെ തെറ്റായ വശത്തായിരുന്നു. അവനു ചുറ്റും ശത്രുക്കളായിരുന്നു." അതേസമയം വടക്ക് മഞ്ഞുമൂടിയ വനത്തിൽ വൈൽഡ്ലിങ്സ് തങ്ങളുടെ കൂടാരങ്ങൾ മടക്കുകയായിരുന്നു. ടോർമൺ ജയൻസ് ബേൻ, ഒറൽ, ജോൺ സ്നോ, വൈഗ്രിറ്റ് എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ജോൺ വൈഗ്രിറ്റിനെ നോക്കി ചോദിച്ചു, "നീ മുൻപിത് കയറിയിട്ടുണ്ടോ?" വൈഗ്രിറ്റ് പറഞ്ഞു,
ഇല്ല. പക്ഷെ ടോർമണ്ട് 50 തവണയെങ്കിലും കയറിയിട്ടുണ്ടാകും. നിനക്ക് പേടിയുണ്ടല്ലേ? ജോൺ ചോദിച്ചു. നിനക്കില്ലേ? വൈഗ്രിഡ് സമ്മതിച്ചു. ഉണ്ട്. മുകളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, താഴേക്കും. പക്ഷെ അവിടെ നിന്നും ലോകം കാണാൻ ഞാൻ എന്റെ ജീവിതം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാ, ഇവിടെയിരിക്കൂ. ജോൺ ഇരുന്നു. വൈഗ്രിഡ് അവന് ബൂട്ടിൽ ഘടിപ്പിക്കാനുള്ള ഇരുമ്പു പല്ലുകൾ, ക്ലീറ്റ്സ് നൽകി. അവൾ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ജോഡി കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് കുറച്ചു വലുതാണ്, എന്നാലും നല്ലതാണ്. വൈഗ്രിഡ് പറഞ്ഞു, നീ ഒരു നല്ല കാമുകനാണ്, ജോൺ സ്നോ. നീ പേടിക്കണ്ട. നിന്റെ രഹസ്യം എന്റെ അടുത്ത് സുരക്ഷിതമാണ്. ജോൺ സംശയത്തോടെ ചോദിച്ചു, എന്ത് രഹസ്യം? വൈഗ്രിഡ് അവന്റെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു, നീ വളർന്നപ്പോൾ കണ്ട പട്ടുടുപ്പിട്ട പെണ്ണുങ്ങളെപ്പോലെ മണ്ടിയാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ വിശ്വസ്തനാണ്. നീ ധീരനാണ്. മാൻസ് റൈഡറിന്റെ കൂടാരത്തിലേക്ക് വന്ന ദിവസം നീ ഒരു ക്രോ അല്ലാതായി മാറിയിട്ടില്ല. ജോൺ ഭയത്തോടെ നിശ്ചലനായി. വൈഗ്രിഡ് ശബ്ദം താഴ്ത്തി പറഞ്ഞു, പക്ഷെ ഞാനിപ്പോൾ നിന്റെ പെണ്ണാണ്, ജോൺ സ്നോ. നീ നിന്റെ പെണ്ണിനോട് കൂറുള്ളവനായിരിക്കണം. നീ ജീവിച്ചിരുന്നാലും മരിച്ചാലും നൈറ്റ്സ് വാച്ചിനൊന്നുമില്ല. ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും മാൻസ് റൈഡറിനും ഒന്നുമില്ല. നമ്മൾ അവരുടെ സൈന്യത്തിലെ വെറും പടയാളികൾ മാത്രമാണ്. നമ്മൾ വീണാലും യുദ്ധം ചെയ്യാൻ വേറെ ആളുകളുണ്ടാകും. അവൾ അവന്റെ അരികിൽ ചേർന്നിരുന്നു. എനിക്കും നിനക്കും കാര്യം നമ്മൾ മാത്രമാണ്. ഒരിക്കലും എന്നെ ചതിക്കരുത്. ജോൺ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യില്ല. വൈഗ്രിഡ് ഒരു ഭീഷണി പോലെ പറഞ്ഞു, ചെയ്താൽ ഞാൻ നിന്റെ ഭംഗിയുള്ള ലിംഗം മുറിച്ചെടുത്ത് എന്റെ കഴുത്തിൽ മാലയായിടും. അപ്പോൾ ടോർമണ്ട് തിരിച്ചെത്തി ഒരു ക്ലൈംബിംഗ് ആക്സ് ജോണിന് നൽകി പറഞ്ഞു, നിന്റെ ലോഹം മഞ്ഞുപാളിയിൽ ആഴത്തിലിറക്കുക. അടുത്ത ചുവടുവെക്കുന്നതിനു മുൻപ് അത് ഉറച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. നീ വീഴുകയാണെങ്കിൽ നിലവിളിക്കരുത്. അവൾ അവസാനം ഓർക്കുന്നത് നിന്റെ നിലവിളിയാകാൻ നീ ആഗ്രഹിക്കില്ലല്ലോ. റിവർലാൻഡ്സിലെ കാട്ടിൽ ലേഡി ആര്യ സ്റ്റാർക്ക് അമ്പെയ്ത്ത് പരിശീലിക്കുകയായിരുന്നു. വൈക്കോൽ മനുഷ്യന്റെ രൂപത്തിലേക്ക് അമ്പെയ്യുമ്പോൾ ഓരോ തവണയും അവൾ ഓരോ പേരുകൾ പറഞ്ഞു. ജോഫ്രി, സെർസി, അലൻ പെയിൻ. അടുത്ത് മദ്യപിച്ചുകൊണ്ട് തോറോസ് ഓഫ് മയർ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ക്വി അവളുടെ പ്രകടനം നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ മിടുക്കിയാണ്. പക്ഷെ നീ വിചാരിക്കുന്നത്ര മിടുക്കിയല്ല. ആര്യ പറഞ്ഞു, മുഖം, നെഞ്ച്, വൃഷണം ഞാൻ വിചാരിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടു. അങ്ക്വി പറഞ്ഞു, അതെ, പക്ഷെ നീ അതിനൊത്തിരി സമയമെടുത്തു. വൈക്കോൽ മനുഷ്യരോടല്ല നീ യുദ്ധം ചെയ്യാൻ പോകുന്നത്. നിൽക്കുന്ന രീതി കാണിക്കൂ. ആര്യ വില്ലുകുലച്ചു. അങ്ക്വി അവളുടെ ഭാവം തിരുത്തി പറഞ്ഞു, കൈമുട്ട് ഉയർത്തിപ്പിടിക്കൂ. മുതുകിലെ പേശികളാവണം അധ്വാനിക്കേണ്ടത്. നീ പിടിച്ചുവെക്കുകയാണ്. ഒരിക്കലും പിടിച്ചുവെക്കരുത്. അങ്ക്വി വിശദീകരിച്ചു. പിടിച്ചുവെക്കുമ്പോൾ നിന്റെ പേശികൾ മുറുകും. വില്ലിന്റെ ഞാണ് താടിയുടെ നടുവിലേക്ക് വലിച്ചുവിടുക. ഒരിക്കലും പിടിച്ചുവെക്കരുത്. ആര്യ പറഞ്ഞു, പക്ഷേ എനിക്ക് ഉന്നം പിടിക്കണ്ടേ? അങ്ക്വി പറഞ്ഞു, ഒരിക്കലും ഉന്നം പിടിക്കരുത്. ആര്യ അതിശയത്തോടെ ചോദിച്ചു, ഉന്നം പിടിക്കരുതെന്നോ? അങ്ക്വി പറഞ്ഞു, അമ്പ് എങ്ങോട്ടു പോകണമെന്ന് നിന്റെ കണ്ണിനറിയാം. നിന്റെ കണ്ണിനെ വിശ്വസിക്കുക. ആര്യ വില്ല് കുലച്ചുനോക്കി. പെട്ടെന്ന് അവൾ പറഞ്ഞു, അവിടെ ആരോ ഉണ്ട്. കുതിരപ്പുറത്ത് ഒരു സംഘം ആളുകൾ വരുന്നത് കണ്ടു. ചുവന്ന വസ്ത്രം ധരിച്ച മെലിസാൻഡ്രെ തന്റെ ശിരോവസ്ത്രം മാറ്റി പറഞ്ഞു, ഞങ്ങൾ സുഹൃത്തുക്കളായാണ് വന്നിരിക്കുന്നത്. മെലിസാൻഡ്രെ പറഞ്ഞു, വലാർ മോർഗുലിസ്. അതുകേട്ട് തോറോസ് എഴുന്നേറ്റ് പറഞ്ഞു, വലാർ ദൊഹേരിസ്. അവൻ വെലീരിയൻ ഭാഷയിൽ തുടർന്നു, അർഹോളറിന്റെ പുരോഹിതകളെ റിവർലാൻഡ്സിൽ അധികം കാണാറില്ല. മെലിസാൻഡ്രെ വലീരിയൻ ഭാഷയിൽ തന്നെ ചോദിച്ചു, താങ്കളാണോ തോറോസ് ഓഫ് മയർ? തോറോസ് തലയാട്ടി. മെലിസാൻഡ്രെ തുടർന്നു, പ്രധാന പുരോഹിതൻ താങ്കൾക്കൊരു ദൗത്യം തന്നിരുന്നു. കിങ് റോബർട്ടിനെ വിഗ്രഹങ്ങളിൽ നിന്നും ലോർഡ് ഓഫ് ലൈറ്റിലേക്ക് മാറ്റാൻ. എന്ത് സംഭവിച്ചു? തോറോസ് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു. മെലിസാൻഡ്രെ പരിഹസിച്ചു, താങ്കൾ ഉപേക്ഷിച്ചു എന്നാണ് പറയേണ്ടത്. അവിശ്വാസികൾ പരസ്പരം കൊന്നൊടുക്കുന്നു. താങ്കൾ മദ്യപാനം തുടരുന്നു. തോറോസ് പറഞ്ഞു, താങ്കൾ താങ്കളുടെ വഴിയിലും ഞാൻ എന്റെ വഴിയിലും അദ്ദേഹത്തെ ആരാധിക്കുന്നു. താങ്കൾക്ക് കോമൺ ടങ് സംസാരിക്കാൻ അറിയാമോ? എന്റെ സുഹൃത്തുക്കൾക്ക് ഹൈ വാലേരിയൻ അറിയില്ല. എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്? ബ്രദർഹുഡ് വിതൌട്ട് ബാനേഴ്സിന്റെ ഗുഹയിൽ ലോർഡ് ബെരിക് ഡൊണ്ടാരിയൻ തീക്കരികിലിരിക്കുകയായിരുന്നു. മെലിസാൻഡ്രെയും തോറോസും അങ്ങോട്ട് വന്നു. ബെരിക് എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ പെരുമാറ്റത്തിൽ ക്ഷമിക്കണം. ഈയിടെയായി ഞാൻ സ്ത്രീകളെ അധികം കാണാറില്ല. തോറോസ് കളിയാക്കി പറഞ്ഞു, സ്ത്രീകൾക്ക് അതാണ് നല്ലത്. മെലിസാൻഡ്രെ ബെരിക്കിനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ അവളെ ആകർഷിച്ചു. അവൾ ചോദിച്ചു, കർത്താവ് എത്ര തവണ ഇയാളെ തിരികെ കൊണ്ടുവന്നു? തോറോസ് പറഞ്ഞു, 6 തവണ. മെലിസാൻഡ്രെ വിശ്വസിക്കാനാവാതെ പറഞ്ഞു, അത് അസാധ്യമാണ്. തോറോസ് പറഞ്ഞു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. മെലിസാൻഡ്രെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ശക്തി ഉണ്ടാകാൻ പാടില്ല. തോറോസ് പറഞ്ഞു, എനിക്ക് ഒരു ശക്തിയുമില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, അവൻ മറുപടി നൽകുന്നു. മെലിസാൻഡ്രെ ചോദിച്ചു, നിങ്ങൾ മറുവശത്ത് പോയിട്ടുണ്ടോ? ബെരിക് പറഞ്ഞു, മറുവശമോ? മറുവശം എന്നൊന്നില്ല. ഞാൻ അന്ധകാരത്തിലേക്കാണ് പോയത്. പിന്നീട് കാട്ടിൽ അങ്ക്വി ഒരു അമ്പിന്റെ മുന ജെൻട്രിക്ക് കൊടുത്തു. അങ്ക്വി ചോദിച്ചു, ബോഡ്കിൻ പോയിന്റ് 200 അടി ദൂരത്തിൽ നിന്ന് കവചം തുളയ്ക്കും. നിനക്കിതുണ്ടാക്കാൻ കഴിയുമോ? ജെൻട്രി പറഞ്ഞു, അതെ, അതിൽ വലിയ പ്രയാസമൊന്നുമില്ല. നല്ല ഉരുക്ക് കിട്ടിയാൽ മതി. അങ്ക്വി പറഞ്ഞു, ഞാൻ നിനക്ക് ഉരുക്ക് തരാം. അപ്പോഴേക്കും മെലിസാൻഡ്രയും സംഘവും അങ്ങോട്ട് വന്നു. ആര്യ പറഞ്ഞു,
എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. മെലിസാൻഡ്രയും തോറോസും ബെരിക്കും അവരുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് മെലിസാൻഡ്രയുടെ കാവൽക്കാർ ജെൻട്രിയെ പിടിച്ചുകെട്ടി. ആര്യ അലറി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവനെ വിടൂ. ആര്യ തടയാൻ ശ്രമിച്ചെങ്കിലും കാവൽക്കാർ അവളെ തള്ളിമാറ്റി. അവൾ ബെരിക്കിനോട് പറഞ്ഞു, അവരോട് നിർത്താൻ പറയൂ. അവൻ നിങ്ങളിൽ ഒരാളാവാനാണ് ആഗ്രഹിച്ചത്. അവനെ പിടിച്ചുകൊണ്ടുപോകുന്നത് തടയൂ. ബെരിക്ക് പറഞ്ഞു, ഞങ്ങൾ ലോർഡ് ഓഫ് ലൈറ്റിനെ സേവിക്കുന്നു. ലോർഡ് ഓഫ് ലൈറ്റിന് ഈ കുട്ടിയെ ആവശ്യമുണ്ട്. ആര്യ ദേഷ്യത്തോടെ ചോദിച്ചു, ലോർഡ് ഓഫ് ലൈറ്റ് ആണോ അതോ ഇവളാണോ അത് പറഞ്ഞത്? കാവൽക്കാർ ബെരിക്കിന് 2 സഞ്ചി സ്വർണം നൽകി. അത് കണ്ട് ആര്യ പറഞ്ഞു, നിങ്ങളിത് ദൈവത്തിനു വേണ്ടിയല്ല ചെയ്യുന്നത്, സ്വർണത്തിനു വേണ്ടിയാണ്. തോറോസ് പറഞ്ഞു, ഞങ്ങൾ രണ്ടിനും വേണ്ടിയാണ് ചെയ്യുന്നത് പെണ്ണെ. ആയുധങ്ങളും കുതിരകളും ഭക്ഷണവുമില്ലാതെ ഞങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. സ്വർണമില്ലാതെ ഞങ്ങൾക്കതൊന്നും കിട്ടുകയുമില്ല. ജെൻട്രി സങ്കടത്തോടെ പറഞ്ഞു, ഇതൊരു സാഹോദര്യമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്ക് നിങ്ങളിൽ ഒരാളാകാമെന്ന് നിങ്ങൾ പറഞ്ഞു. മെലിസാൻഡ്രെ അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു, അവർക്ക് ഒരിക്കലുമാകാൻ കഴിയാത്തതിലും വലുതാണ് നീ. അവർ ഈ യുദ്ധത്തിലെ വെറും കാലാൾപ്പട മാത്രമാണ്. നീ രാജാക്കന്മാരെ വാഴിക്കുകയും വീഴ്ത്തുകയും ചെയ്യും. ആര്യ മെലിസാൻഡ്രയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ തിരിച്ചുകൊണ്ടു പറഞ്ഞു, നീയൊരു മന്ത്രവാദിനിയാണ്. നീ അവനെ ഉപദ്രവിക്കും. മെലിസാൻഡ്രെ ആര്യയുടെ താടിയിൽ പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മെലിസാൻഡ്രെ പറഞ്ഞു, നിന്നിൽ ഞാനൊരു അന്ധകാരം കാണുന്നു. ആ അന്ധകാരത്തിൽ നിന്നും കണ്ണുകൾ എന്നെ നോക്കുന്നു. തവിട്ടുനിറമുള്ള കണ്ണുകൾ, നീലക്കണ്ണുകൾ, പച്ചക്കണ്ണുകൾ, നീ എന്നേക്കുമായി അടയ്ക്കുന്ന കണ്ണുകൾ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ജെൻട്രിയെ വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുപോയി. വടക്ക് വോളിൽ ടോർമണ്ട്, ഒറൽ, വൈഗ്രിറ്റ്, ജോൺ എന്നിവർ മുകളിലേക്ക് കയറുകയായിരുന്നു. കാറ്റ് ആഞ്ഞടിക്കുകയും മഞ്ഞ് ചുഴറ്റിയടിക്കുകയും ചെയ്തു. കയറുകളിലും കോടാലികളിലും തൂങ്ങി അവർ സാവധാനം മുകളിലേക്ക് നീങ്ങി. താഴേക്ക് നോക്കിയാൽ തലകറങ്ങുന്ന ഉയരം. വൈഗ്രിറ്റ് ചോദിച്ചു, നീ എന്റെ ചന്തിയിലേക്ക് നോക്കുകയാണോ ജോൺ സ്നോ? ജോൺ ചിരിച്ചു. പെട്ടെന്ന് ടോർമണ്ടിന്റെ കോടാലി തട്ടി മഞ്ഞുപാളികൾ അടർന്നു വീണു. ടോർമണ്ട് വിളിച്ചു പറഞ്ഞു. ഒറല്ലും വൈഗ്രിറ്റും ഒഴിഞ്ഞുമാറിയെങ്കിലും മഞ്ഞ് ജോണിന്റെ മുഖത്തടിച്ചു. അവന്റെ പിടുത്തം വിട്ടു. അവൻ താഴേക്ക് വഴുതി. കയറിൽ തൂങ്ങി അവൻ നിന്നു. വൈഗ്രിറ്റ് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജോൺ വീണ്ടും കയറാൻ തുടങ്ങി. ഒരു ഇരുണ്ട തടവറയിൽ തിയോൺ ഒരു കുരിശിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. റാംസെ ചോദിച്ചു, ക്ഷമിക്കണം, നീ ഉറങ്ങുകയായിരുന്നോ? തിയോൺ വെള്ളത്തിനു വേണ്ടി കെഞ്ചി. റാംസെ ചോദിച്ചു, നിനക്ക് വെള്ളം വേണോ? നിനക്ക് തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റാംസെ അവിടെയുണ്ടായിരുന്ന പാത്രത്തിലെ വെള്ളം തറയിൽ ഒഴിച്ചുകളഞ്ഞു. അവൻ തിയോണിന്റെ അടുത്തേക്ക് നടന്നു. റാംസെ പറഞ്ഞു, നമുക്കൊരു കളി കളിക്കാം. നിന്റെ ശരീരത്തിൽ നിനക്കേറ്റവും കുറവ് ആവശ്യമുള്ള ഭാഗമേതാണ്? തിയോൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത്. റാംസെ പരിഹസിച്ചു, ദയവ് ചെയ്ത് എന്നത് ശരീരഭാഗമല്ല. തിയോൺ പറഞ്ഞു, ഞാൻ എല്ലാം പറയാം, ദയവ് ചെയ്ത്. റാംസെ പറഞ്ഞു, നീ എല്ലാം എന്നോട് പറഞ്ഞുകഴിഞ്ഞു. ഓർക്കുന്നില്ലേ, നിന്റെ അച്ഛൻ നിന്നോട് മോശമായാണ് പെരുമാറിയത്. സ്റ്റാക്സ് നിന്നെ അംഗീകരിച്ചില്ല. പിന്നെ ഒരു കാര്യം, സ്റ്റാക്ക് ആൺകുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. റാംസെ തിയോണിന്റെ ചെറുവിരലിലേക്ക് നോക്കി. നിന്റെ ചെറുവിരലിന്റെ കാര്യം എങ്ങനെയുണ്ട്? നീ അതധികം ഉപയോഗിക്കാറില്ലല്ലോ. ഇല്ലേ? നല്ലത്. നമുക്കതിൽ തുടങ്ങാം. റാംസെ അവന്റെ കൈയിലെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. റാംസെ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാകും, അല്ലേ? ഇത് ഏതാണ് സ്ഥലം? എന്തിനാണ് നിന്നെ പീഡിപ്പിക്കുന്നതെന്നും നീ കണ്ടെത്തിയാൽ നീ ജയിക്കും. നിന്റെ വിരൽ മുറിച്ചുമാറ്റാൻ നീ എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ ജയിക്കും. തിയോൺ ചോദിച്ചു, ഞാൻ ജയിച്ചാൽ എന്നെ പോകാൻ അനുവദിക്കുമോ? റാംസെ ചിരിച്ചു. ഇതിനൊരു നല്ല പര്യവസാനമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അർത്ഥം. തിയോൺ വീണ്ടും ദയവു ചെയ്ത് എന്നു പറഞ്ഞു. റാംസെ കത്തി തിയോണിന്റെ മുഖത്തിന് നേരെ പിടിച്ചു. ഇനി ദയവു ചെയ്തെന്നു പറഞ്ഞാൽ നീ ഖേദിക്കും. ആദ്യം നീ പറ, നമ്മൾ എവിടെയാണ്? തിയോൺ പറഞ്ഞു, വടക്ക്. റാംസെ പറഞ്ഞു, അത് വളരെ അവ്യക്തമാണ്. തിയോൺ പറഞ്ഞു, ഡീപ്വുഡ് മോട്ട്. റാംസെ തിയോണിന്റെ ചെറുവിരലിൽ കത്തികുത്തിയിറക്കി. റാംസെ പറഞ്ഞു, ഇനി പറ, എവിടെ? തിയോൺ പറഞ്ഞു, ലാസ്റ്റ് ഹെർത്ത്. ഇത്തവണ റാംസെ കത്തി കൂടുതൽ ആഴത്തിലിറക്കി. തിയോൺ അലറി. തിയോൺ പറഞ്ഞു, കർഹോൾഡ്. റാംസെ നിർത്തി. കർഹോൾഡ്, നിനക്കതെങ്ങനെ മനസ്സിലായി? നമ്മൾ വന്നപ്പോൾ നീ കൊടികൾ വല്ലതും കണ്ടോ? തിയോൺ പറഞ്ഞു, ഇല്ല, വെറുതെ ഊഹിച്ചതാണ്. റാംസെ പറഞ്ഞു, വളരെ നന്നായി ലോർഡ് തിയോൺ. റാംസെ തിരിഞ്ഞു നടന്നു. തിയോൺ പറഞ്ഞു, ലോർഡ് റിക്കാർഡ് കർസ്റ്റാർക്ക് റോബ് സ്റ്റാർക്കിന്റെ അനുയായിയാണ്. ഞാൻ റോബിനെ ചതിച്ചു. അതുകൊണ്ടാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത്. റാംസെ സമ്മതിച്ചു, അതെ. നീ ജയിച്ചു. തിയോൺ ആശ്വാസം കണ്ടെത്തി. പക്ഷേ പെട്ടെന്ന് റാംസെ ആവേശത്തോടെ എഴുന്നേറ്റു. തീർച്ചയായും ഒരു ചോദ്യം ചോദിക്കാൻ നീ മറന്നുപോയി. ഞാനൊരു നുണയനാണോ എന്ന് ചോദിക്കാൻ നീ മറന്നു. റാംസെ കത്തി വീണ്ടും തിയോണിന്റെ വിരലിൽ കുത്തിയിറക്കി കറക്കാൻ തുടങ്ങി. തിയോൺ ഉച്ചത്തിൽ നിലവിളിച്ചു. റാംസെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. അവൻ പീഡനം തുടർന്നു. തിയോൺ വേദന സഹിക്കാനാവാതെ അലറി, ദയവു ചെയ്ത് അതങ്ങ് മുറിച്ചുകളയൂ, മുറിച്ചുകളയൂ. റാംസെ നിർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ജയിച്ചു. റിവർ റണ്ണിലെ വലിയ ഹാളിൽ കിങ് റോബ് സ്റ്റാർക്ക്, ലേഡി കാറ്റ്ലിൻ സ്റ്റാർക്ക്, ബ്രിൻഡൻ ബ്ലാക്ക്ഫിഷ് ടള്ളി, ലോർഡ് എഡ്മ്യൂർ ടള്ളി, ബ്ലാക്ക് വാൾഡർ റിവേഴ്സ്, ലോത്തർ ഫ്രൈ എന്നിവർ ഇരിക്കുകയായിരുന്നു.
റോബ് പറഞ്ഞു, ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിയതിന് നന്ദി. ബ്ലാക്ക് വാൾഡർ പറഞ്ഞു, വഴികളിൽ നിറയെ കൊള്ളക്കാരാണ്. പക്ഷേ വടക്കിന്റെ രാജാവ് വിളിക്കുമ്പോൾ ഞങ്ങൾ വരുന്നു. ലോത്തർ തുടർന്നു, നിങ്ങൾ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ വടക്കുമായുള്ള സഖ്യം തുടരാമെന്ന് ഞങ്ങളുടെ പിതാവ് അറിയിച്ചിട്ടുണ്ട്. ലോർഡ് ഫ്രൈയുടെ ഒരു മകളെ വിവാഹം കഴിക്കാമെന്ന സത്യം ലംഘിച്ചതിന് ലോർഡ് ഫ്രൈക്ക് ഔദ്യോഗികമായ ക്ഷമാപണം ആവശ്യമാണ്. റോബ് സമ്മതിച്ചു, തീർച്ചയായും. എന്റേതായിരുന്നു തെറ്റ്. ബ്ലാക്ക് വാൾഡർ പറഞ്ഞു, ഈ ചതിക്ക് പകരമായി ഹരൻഹാലും അതിനോട് ചേർന്ന സ്ഥലങ്ങളും അദ്ദേഹത്തിന് വേണം. എഡ്മ്യൂർ എതിർക്കാൻ തുടങ്ങിയെങ്കിലും റോബ് തടഞ്ഞു. ഞങ്ങൾ വടക്കിനുവേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഹരൻഹാൽ വടക്കല്ല. യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനെടുക്കാം. ഹരൻഹാലിൽ സേർ ജെയ്മെ ലാനിസ്റ്റർ ഒറ്റ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടുപെടുകയായിരുന്നു. ലേഡി ബ്രയൻ ഓഫ് ടാത്ത് ഒരു ഗൗൺ ധരിച്ച് അവന്റെ അരികിലിരുന്നു. ലോർഡ് റൂസ് ബോൾട്ടൺ അവർക്ക് എതിർവശത്തിരുന്നു. റൂസ് ബോൾട്ടൺ പറഞ്ഞു, എന്റെ ആളുകൾ അവസാനം തനിക്ക് പറ്റിയ വേഷം കണ്ടെത്തിയെന്ന് തോന്നുന്നു. ബ്രിയൻ മറുപടി നൽകി, അതെ. നിങ്ങൾ സ്റ്റാർക്കിന്റെ അനുയായിയാണ് ലോർഡ് ബോൾട്ടൺ. ജെയ്മെ ലാനിസ്റ്ററിനെ കിങ്സ് ലാൻഡിംഗിൽ എത്തിക്കണമെന്ന ലേഡി സ്റ്റാർക്കിന്റെ കൽപ്പന അനുസരിക്കുകയാണ് ഞാൻ. റൂസ് ബോൾട്ടൺ പറഞ്ഞു, കിങ് റോബ് ഹരൻഹാൽ വിടുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ തടവിലായിരുന്നു. അമ്മയല്ലായിരുന്നെങ്കിൽ രാജ്യദ്രോഹത്തിന് അവരെ തൂക്കിലേറ്റുമായിരുന്നു. ബ്രിയൻ ജെയ്മെക്ക് ഭക്ഷണം മുറിച്ചുകൊടുത്തു. റൂസ് ബോൾട്ടൺ പറഞ്ഞു, എനിക്ക് നിങ്ങളെ റോബ് സ്റ്റാർക്കിന്റെ അടുത്തേക്ക് തിരിച്ചയക്കാം. ജെയ്മെ പറഞ്ഞു, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനു പകരം നിങ്ങൾ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെടുന്നത് നോക്കിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാകും? റൂസ് ബോൾട്ടൺ പറഞ്ഞു, യുദ്ധത്തിന് പണം വേണം. നിനക്കുവേണ്ടി വലിയ തുക നൽകാൻ ഒത്തിരി പേരുണ്ടാകും. ജെയ്മെ പറഞ്ഞു, ആരാണ് ഏറ്റവും കൂടുതൽ പണം നൽകുകയെന്ന് നമുക്കറിയാം. റൂസ് ബോൾട്ടൺ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങളെ രണ്ടുപേരെയും കൊന്നു കത്തിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ജെയ്മെ പറഞ്ഞു, എന്റെ അച്ഛൻ അതൊരിക്കലും അറിയില്ലെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മാത്രം. റൂസ് ബോൾട്ടൺ ചിന്തിച്ചു, നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുമ്പോഴേക്കും ഞാൻ നിന്നെ കിങ്സ് ലാൻഡിംഗിലേക്ക് അയക്കാം. എന്റെ പട്ടാളക്കാർ ചെയ്ത തെറ്റിനു പകരമായി. പക്ഷെ നിന്റെ കൈ പോയതിൽ എനിക്ക് പങ്കില്ലെന്ന് അച്ഛനോട് സത്യം ചെയ്യണം. ജെയ്മെ സമ്മതിച്ചു. കിങ്സ് ലാൻഡിംഗിൽ ടൈവിൻ ലാനിസ്റ്ററും ലേഡി ഒലെന്ന ടൈറലും തമ്മിൽ സംഭാഷണത്തിലായിരുന്നു. ഒലെന്ന പറഞ്ഞു, അസാധ്യം. ടൈവിൻ ചോദിച്ചു, എന്തുകൊണ്ട്? ഒലെന്ന പറഞ്ഞു, എന്റെ കൊച്ചുമകൻ ഹൈഗാർഡനിന്റെ അഭിമാനമാണ്. ഏറ്റവും അഭികാമ്യനായ യുവാവ്. നിങ്ങളുടെ മകൾ. ടൈവിൻ ഇടയിൽ കയറി പറഞ്ഞു, സമ്പന്നയാണ്. 7 ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയാണ്. രാജാവിന്റെ അമ്മയാണ്. ഒലെന്ന പറഞ്ഞു, വയസ്സായവളാണ്. ടൈവിൻ ദേഷ്യത്തോടെ ചോദിച്ചു, വയസ്സായവളോ? ഒലെന്ന പറഞ്ഞു, അതെ. അവൾക്ക് മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. അതിനുശേഷം കുട്ടികളുണ്ടാകില്ല. ചോരയും കൊലപാതകവും കാണാൻ നിങ്ങൾക്ക് മടിയില്ലായിരിക്കും. പക്ഷെ ഇത് വേറൊരു വിഷയമാണ്. ടൈവിൻ തിരിച്ചടിച്ചു, നിങ്ങളുടെ കൊച്ചുമകന്റെ രാത്രികാല വിനോദങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അരോചകം തോന്നുന്നത്. നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ? ഒലെന്ന നിഷേധിച്ചില്ല. ടൈവിൻ പറഞ്ഞു, അവന്റെ അസുഖമുള്ള ഒരു പയ്യൻ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ച് പേരുദോഷം മാറ്റാൻ കഴിയുന്നതിൽ നന്ദിയുള്ളവനായിരിക്കണം. ഇരുവരും തമ്മിൽ വാക്കേറ്റം തുടർന്നു. ഒലെന്ന പറഞ്ഞു, സത്യമാണെങ്കിലും അല്ലെങ്കിലും ജോഫ്രി യഥാർത്ഥ രാജാവല്ലെന്നും ഹൌസ് ടൈറൽ അവരുടെ പൂവിനെ ചെളിയിലേക്കെറിയുകയാണെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ടൈവിൻ പറഞ്ഞു, എന്റെ മക്കളെക്കുറിച്ചുള്ള അപവാദം സത്യമായിരുന്നെങ്കിൽ ജോഫ്രി രാജാവാകില്ലായിരുന്നു. പക്ഷേ ഈ വിവാഹത്തിന് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ലോറാസിനെ കിങ്സ്ഗാർഡിലേക്കയക്കും. അവൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. അവന് കുട്ടികളുണ്ടാകില്ല. ഒലെന്ന ഞെട്ടി, ഹൈഗാർഡനിന്റെ അനന്തരാവകാശി ഇല്ലാതാകുമോ? ടൈവിൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ഒലെന്ന എഴുന്നേറ്റ് ആ തൂലിക പിടിച്ചുവാങ്ങി 2 ഒടിച്ചു. അവൾ പറഞ്ഞു, സ്വന്തം പേരിനൊത്ത പെരുമയുള്ള പുരുഷന്മാരെ കാണാൻ കിട്ടാറില്ല. അവൾ സമ്മതിച്ചു. വോളിൽ മഞ്ഞുവീഴ്ച രൂക്ഷമായി. കയറ്റക്കാർ കാറ്റിനെതിരെ അലറി വിളിച്ചു. പെട്ടെന്ന് വൈഗ്രിറ്റിന്റെ കോടാലി തട്ടി മഞ്ഞുപാളിയിൽ വിള്ളൽ വീണു. വലിയൊരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. കൂടെ 3 വൈൽഡ്ലിങ്സും താഴേക്ക് പതിച്ചു. ടോർമണ്ടും ഓറലും കഷ്ടിച്ചു പിടിച്ചുനിന്നു. വൈഗ്രിറ്റും ജോണും താഴേക്ക് വീണു. പക്ഷെ കയറിൽ തൂങ്ങിനിന്നു. ഓറൽ അലറി, നമുക്ക് കയർ മുറിച്ചു മാറ്റണം. ടോർമണ്ട് സമ്മതിച്ചില്ല. വേണ്ട. ഓറൽ തന്റെ കത്തിയെടുത്ത് ജോണിനെയും വൈഗ്രിറ്റിനെയും ബന്ധിപ്പിച്ചിരുന്ന കയർ അറുക്കാൻ തുടങ്ങി. ജോണും വൈഗ്രിറ്റും വായുവിലാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ജോൺ തന്റെ കോടാലി മഞ്ഞിൽ ഉറപ്പിച്ചു. ആ നിമിഷം ഓറൽ കയർ മുറിച്ചു. വൈഗ്രിറ്റ് താഴേക്ക് പതിച്ചു. ജോണിന്റെ കയറിൽ തൂങ്ങി അവൾ നിന്നു. ജോൺ അവളെ വലിച്ചുകയറ്റി. അവർ കിതച്ചുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു. മുകളിൽ ഓറൽ അവരെ നോക്കി പരിഹസിച്ചു. അവർ വീണ്ടും കയറാൻ തുടങ്ങി. കിങ്സ് ലാൻഡിംഗിലെ പൂന്തോട്ടത്തിൽ ലേഡി സാൻസ സ്റ്റാർക്കും സേർ ലോറാസ് ടൈറലും ഇരിക്കുകയായിരുന്നു. സാൻസ വിവാഹത്തെക്കുറിച്ചും ഹൈഗാർഡനെക്കുറിച്ചും വാചാലയായി സംസാരിച്ചു. പക്ഷെ ലോറാസിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. മുകളിലെ തട്ടിൽ നിന്നും ടീരിയനും സെർസിയും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സെർസി പറഞ്ഞു, നമുക്കവരെ 2 പേരെയും കൊല്ലാം. ടീരിയൻ പറഞ്ഞു, ഇതിൽ ആരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പാടാണ്. ഒരുപക്ഷേ സൻസായിരിക്കും. അവർ വിവാഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സൻസായുടെ മുറിയിൽ ഷൈ അവളെ വസ്ത്രം ധരിക്കാൻ സഹായിക്കുകയായിരുന്നു. ജോഫ്രിയുടെ വിവാഹത്തിന് ധരിക്കാനുള്ള വസ്ത്രമായിരുന്നു അത്. അപ്പോഴാണ് ടിരിയൻ അങ്ങോട്ട് വന്നത്. ഷേ പുറത്തുപോകാൻ മടിച്ചു. പക്ഷെ ടിരിയന് സാൻസായോട് തനിച്ച് സംസാരിക്കണമായിരുന്നു. ടിരിയൻ പരുങ്ങലോടെ പറഞ്ഞു, എങ്ങനെ തുടങ്ങണം? ഇത് വല്ലാത്തൊരവസ്ഥയാണ്.
ത്രോൺ റൂമിൽ വാരീസും ലോർഡ് പെറ്റീർ ബെയിലിഷും അയറൺ ത്രോണിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വാരീസ് പറഞ്ഞു, 1000 വാളുകൾ. ഏഗോണിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തവ. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അവിടെ 1000 എണ്ണമൊന്നുമില്ല. ഞാൻ എണ്ണിയിട്ടുണ്ട്. 200-ൽ താഴെ മാത്രം. അവർ അരാജകത്വത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും സംസാരിച്ചു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ഞാൻ ചെയ്തത് രാജ്യത്തിനു വേണ്ടിയാണെന്ന് നീ പറഞ്ഞു. എന്താണ് രാജ്യം? 1000 വാളുകൾ എന്ന നുണ പോലെ നമ്മൾ പരസ്പരം പറയുന്ന കഥകൾ മാത്രം. വാരീസ് ചോദിച്ചു, നുണകൾ ഉപേക്ഷിച്ചാൽ പിന്നെ എന്താണുള്ളത്? അരാജകത്വം, കെയോസ്, നമ്മളെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന വലിയൊരു കുഴി. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അരാജകത്വം ഒരു കുഴിയല്ല. അരാജകത്വം ഒരു ഏണിയാണ്. കെയോസ് ഇസ് എ ലാഡർ. ജോഫ്രി തന്റെ മുറിയിലിരിക്കുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ കിടക്കയിൽ റോസിന്റെ മൃതശരീരം കാണാമായിരുന്നു. അവളുടെ ശരീരത്തിൽ നിറയെ അമ്പുകൾ തറച്ചിരുന്നു. ലിറ്റിൽ ഫിംഗറിന്റെ ശബ്ദം പശ്ചാത്തലത്തിൽ കേട്ടു. കയറാൻ ശ്രമിക്കുന്ന പലരും പരാജയപ്പെടും, പിന്നീട് ഒരിക്കലും ശ്രമിക്കാൻ കഴിയില്ല. വീഴ്ച അവരെ തകർക്കും. തുറമുഖത്ത് ഒരു കപ്പൽ പോകുന്നത് നോക്കി സാൻസ പൊട്ടിക്കരഞ്ഞു. ഷേ അവളെ ആശ്വസിപ്പിച്ചു. ലിറ്റിൽ ഫിംഗർ തുടർന്നു, ചിലർക്ക് കയറാൻ അവസരം ലഭിക്കും, പക്ഷേ അവർ നിരസിക്കും. അവർ രാജ്യത്തിലോ ദൈവങ്ങളിലോ പ്രണയത്തിലോ ഒക്കെ വിശ്വസിക്കും. മായക്കാഴ്ചകൾ. ഏണി മാത്രമാണ് സത്യം. വോളിന്റെ മുകളിൽ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ എത്തിനോക്കി. അവർ എഴുന്നേറ്റ് വടക്കൻ മലനിരകളിലേക്ക് നോക്കി. അത് അതിമനോഹരമായിരുന്നു. പിന്നീട് ജോൺ അവളെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ താഴെ പച്ചപ്പും ഭംഗിയുമുള്ള ഭൂമി കാണാമായിരുന്നു. അവർ പരസ്പരം ചുംബിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.